ശരിയല്ലേ? നിങ്ങൾ ഒരു നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും, ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. ഇപ്പൊ നമ്മൾ ഹാപ്പിയാണോ വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ നമ്മൾ ഹാപ്പിയാണോ? പിന്നെ വേണം നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം. വിജയത്തിൽ പോയിക്കൊണ്ടിരിക്കുക പ്രിൻസ് അടുത്ത സൂപ്പർ ഹിറ്റിലേക്കുള്ള കാൽവെപ്പാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മളില്ലേ ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയും. കാരണം ഇതിന്റെ തീം, ഇതിന്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു വീട്ടിലൊരാൾക്കെങ്കിലും റിലേറ്റഡ് ആകുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ സംസാരിക്കുന്ന, പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിന് പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു വലിയ സാധ്യതയുണ്ട്. ഒരു അച്ഛനും മോനുമായിട്ടാണല്ലോ സിനിമയില് ഇപ്പൊ മിക്ക ആളുകളുടെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും മോനുമുള്ള കോമ്പാങ്ങളുണ്ട്. സിനിമ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ല കോമ്പായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര അടുത്തിരിക്കുന്നത്. കാരണം അന്ന് തുടങ്ങിയ ആ അടുപ്പം ഇന്നുമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്നെയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളും ഇന്ന് രഞ്ജിത്തിനൊക്കെ രഞ്ജിത്തിന് മുമ്പ് ചെയ്ത സിനിമകളെല്ലാം അഭിനയിക്കാറുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചൊക്കെ കൂടുതലുണ്ട്. കുറച്ചൊന്നും ഒരു നാട്ടിൻപുറത്തും പരിപാടികൾ, പിന്നെ ഇമോഷൻ, ആക്ഷൻ, ഡാൻസ് ഉണ്ട്, ചെറിയ ചെറിയ ലൈറ്റർ ഹ്യൂമർ ഉണ്ട്, എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട് പോയി. ഞാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതലും ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാൻ രഞ്ജിത്ത് തമ്മില്ല. രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എന്നെ പോലെ ഭയങ്കര രസമായിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഒരിക്കൽ പോലും ഒരു രഞ്ജിത്ത് മാത്രം റീടേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകേണ്ട സാഹചര്യമായിട്ട് വളരെ നന്നായിട്ട് വെൽ സ്റ്റഡീഡ് ആയിരുന്നു രഞ്ജിത്ത്. പിന്നെ അതും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു. ഇവരെയും കൊണ്ട് ഇതുവരെ നിങ്ങളെല്ലാം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊരു ഞാൻ പറഞ്ഞത് ഇതൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ലേ? നിങ്ങൾ ഒരു നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും, ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. ഇപ്പം ഹൈദരാലിയുടെ പേരൻസോ ഹൈദരാലിയുടെ ആൾക്കാർ ആഗ്രഹിച്ച സ്ഥലത്തായിരിക്കില്ല ഹൈദരാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത്, അല്ലേ? പക്ഷെ ഹൈദരാലി ഹാപ്പിയായിരിക്കും. ഇപ്പൊ നമ്മൾ ഹാപ്പിയാണോ വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ നമ്മൾ ഹാപ്പിയാണോ? പിന്നെ വേണം നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം. ഇല്ല വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സഫർ ചെയ്യാം. ഇങ്ങനെ ഞാൻ സ്നേഹം കൊണ്ടുള്ള പരസ്പരമുള്ള ഒരു മത്സരമാണ് ഈ സിനിമ.